ഇപ്പോൾ ആ വാഹനത്തിലുണ്ടായിരുന്ന ഹൈഡ്രോളിക് ജാക്കിയും ഒപ്പം വാട്ടർ ടാങ്ക് കാരിയറും കിട്ടിയ ഇടത്ത് തന്നെയാണ് ഡ്രഡ്ജിംഗ് നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി ഈശ്വർ മാൽപ്പയും സംഘവും അവിടെ ഡൈവിംഗ് നടത്തി പരിശോധിക്കാൻ പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ദീപക് മലയമ്മ നമുക്കൊപ്പം ഉണ്ട്. ദീപക് മലയമ്മ, അർജുൻ്റെ സഹോദരിയോട് നമ്മൾ എന്ത് പറയാനാണ് എന്ന ഒരു ആശയക്കുഴപ്പം എനിക്കും ഉണ്ടായിരുന്നു. അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് അവരെ ഇനിയും ആശ്വസിപ്പിക്കാൻ കഴിയില്ല. കാരണം 2 മാസവും 5 ദിവസവും കഴിഞ്ഞിരിക്കുന്നു ആ ട്രക്ക് പുഴയിലേക്ക് പതിച്ചിട്ട്. ആ ട്രക്കിലേക്ക് എത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ, ക്യാബിനിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ, അതുമായാണ് അഞ്ജുവും കുടുംബവും ഒക്കെ അവിടെ വന്നിരിക്കുന്നത്. അവരവിടേക്ക് ഇപ്പോൾ ദീപക് നിൽക്കുന്ന ഇടത്തേക്ക് എത്താൻ പോകുന്നു. അതിനായി അവർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ഡ്രഡ്ജർ കൊണ്ടുവന്നത് തന്നെ അവർക്കൊരു വലിയ ആശ്വാസമായി മാറുകയാണ്. പക്ഷേ ആ കുടുംബത്തിന് കാത്തിരിക്കേണ്ടി വന്നത് ദിവസങ്ങളാണ്. അതും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നില്ലേ ദീപക്? സുജയ, 3ാം ഘട്ട ദൗത്യം പുനരാരംഭിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്ത് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ഗംഗാവലി നദിയിലേക്ക് ഡ്രഡ്ജർ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് എത്തിക്കുകയും ഇന്നലെ ഇത് സജ്ജമായിട്ടും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. നേരത്തെ ആ ഡ്രഡ്ജർ നങ്കൂരമിട്ടിരുന്ന ആ മേഖലയിൽ നിന്ന് അല്പം അത് നീക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഇരുമ്പ് തൂൺ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ആ ഇരുമ്പ് തൂൺ ഉയർത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള 2 ഇരുമ്പ് തൂണുകൾ പൂർണ്ണമായും ഈ ഗംഗാവലിയുടെ അടിത്തട്ടിലേക്ക് താഴ്ത്തി വെച്ചാണ് ഈ ഡ്രഡ്ജർ ആ മേഖലയിൽ നങ്കൂരമിടുന്നത് എന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു പോകുന്നുവെന്ന് മാത്രം. ഇനി സുജയ ചോദിച്ചതിലേക്ക് വന്നു കഴിഞ്ഞാൽ, തുടക്കം മുതൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ മാത്രം നിറഞ്ഞിട്ടുള്ള ഒരു ദൗത്യം എന്നുള്ള നിലയിൽ മാത്രമേ ഷിരൂർ ദൗത്യത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് പല വിധത്തിൽ നമ്മൾ കണ്ടു. കാലാവസ്ഥയുടെ രീതിയിലായാലും മറിച്ച് ഈ ഇവിടെയുള്ള സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർത്തേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ആത്യന്തികമായി അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് പക്ഷേ ദൗത്യങ്ങളെല്ലാം പിന്നീട് പല ഘട്ടങ്ങളിലായിട്ടും നടന്നിട്ടുള്ളത്. എങ്കിൽ പോലും ആ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയാതെ പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും ഡ്രഡ്ജർ ഇവിടെ എത്തി ഈ ഒരു പ്രവൃത്തിയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകുന്ന തരത്തിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് നദിയുടെ കുത്തൊഴുക്ക് ഉൾപ്പെടെ അത്രത്തോളം ഭീതിതമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു നമുക്ക് ഇവിടെ നിന്നും പറയാനുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് ആ നദിയുടെ കുത്തൊഴുക്കിൻ്റെ തോതിൽ നിന്ന് ഒപ്പം തന്നെ ജലനിരപ്പിൻ്റെ തോതിൽ നിന്നൊക്കെ വലിയ തരത്തിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. കാലാവസ്ഥ വളരെ അനുകൂലമായി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണാതായിരിക്കുന്ന അർജുൻ, ഒപ്പം തന്നെ ലോകേഷും ജഗന്നാഥനെയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടെത്തി ആ കുടുംബങ്ങൾക്ക് നൽകാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് അവരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഉറ്റവരാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ നാടൊന്നടങ്കം അവരുടെ ഉറ്റവർക്കൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അവർക്ക് ആശ്വാസകരമാകുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ലക്ഷ്യമായിട്ട് ഉള്ളത് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ ട്രക്ക് ഈ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് പിന്നീട് ഒരു തരത്തിലും കണ്ടെത്താൻ കഴിയാതെ പോകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. പല ഘട്ടത്തിലും ആ ട്രക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂചനകൾ പല വിധത്തിൽ മുന്നോട്ട് വന്നുവെങ്കിൽ പോലും ആ സൂചനകളിലേക്ക് ഒന്നും തന്നെ ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പോയിന്റ് പല വിധത്തിൽ രേഖപ്പെടുത്തുകയും ഐബോർഡ് പരിശോധനയിലടക്കം ലോഹഭാഗങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്ത മേഖലകളിലേക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാതെ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. നേവി സംഘം പല ഘട്ടത്തിലും ഇവിടെ എത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഹിറ്റാച്ചിയുടെ പ്രവൃത്തി ഉൾപ്പെടെ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ ഈ ഡ്രഡ്ജറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വന്നത് നേവി സംഘം ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തി. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ആ നേവി സംഘത്തിന് പൂർണ്ണ തോതിൽ ഇവിടെ ഡൈവ് ചെയ്യുകയും ഏതെങ്കിലും തരത്തിൽ ഐബോർഡ് പരിശോധനയിലും ഒപ്പം തന്നെ സോണാർ ടെക്നോളജി ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലുമൊക്കെ ഉള്ള ഒരു സിഗ്നൽസ് പ്രകാരം ഏറ്റവും അടിത്തട്ടിലേക്ക് നദിയിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ തുടക്കം മുതൽ ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് പല വിധത്തിൽ തടസ്സങ്ങൾ മാത്രമുണ്ടായിരുന്ന ആ ദൗത്യമാണ്. ഇനിയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഒരു വാഹനത്തിൻ്റെ വാട്ടർ ടാങ്കർ കാരിയർ കിട്ടിയതുപോലെ അതിന് സമാനമായ രീതിയിൽ ഈ വാഹനത്തെ അതിൻ്റെ ചേസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കൂടുതൽ ഡൈവേഴ്സ് ഗംഗാവലിയിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് ഇറങ്ങും. സ്വാഭാവികമായും അതിൻ്റെ കാഴ്ച വളരെ വിസിബിലിറ്റി വളരെ കൂടിയിരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ അടിത്തട്ടിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് അതിന് താഴ്ഭാഗത്തുള്ള കാര്യങ്ങൾ കണ്ടെത്തി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് തെരച്ചിൽ നടത്തുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഞാൻ
തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ജഗന്നാഥൻ്റെ കുഞ്ഞുമകൾ പറഞ്ഞതുപോലെ തൻ്റെ അച്ഛൻ്റെ ഷർട്ടിൻ്റെ ഒരു ഭാഗമെങ്കിലും കണ്ടെത്തി തരാമോ എന്ന് വിതുമ്പിക്കൊണ്ട് ചോദിക്കുന്ന ആ കുഞ്ഞിനൊക്കെ ഒരു ഉത്തരം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാം ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നത്. ഇപ്പോൾ ആ ഡ്രഡ്ജറിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അവിടെ വിന്യസിച്ചിരുന്ന ആ രീതി മാറ്റുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നിർത്തിയിട്ടിരുന്നതിൽ നിന്ന് ഇന്നലെ രാത്രി എത്തിച്ചതിൽ നിന്ന് അല്പം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങളുടെ ഭാഗമായി തന്നെ ഏത് മേഖല കേന്ദ്രീകരിച്ച് കണ്ടാണ് മണ്ണ് നീക്കം സാധ്യമാക്കാൻ ഇന്ന് ആലോചിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് ഈ ഡ്രഡ്ജറിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അത് നങ്കൂരമിടുന്നത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ആ ഹിറ്റാച്ചി നമുക്ക് കാണാൻ സാധിക്കും. അത് അതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്, മൂവബിൾ അല്ല. പക്ഷേ അതിൻ്റെ ബൂം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ 3 വശങ്ങളിലേക്ക് തിരിയാവുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സമയം അവിടെ നിന്നുകൊണ്ട് 3 ഭാഗത്ത് നിന്നുള്ള മണ്ണ് നീക്കം സാധ്യമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണം അതിലുണ്ട് താനും. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുടുംബങ്ങളെ സംബന്ധിച്ച്, അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അവരുടെ ഉറ്റവരെ സംബന്ധിച്ച് ഏതെങ്കിലും തീർച്ചയായും ദീപക് മലയമ്മ അവിടെ തുടരുക. 3 പേരെയാണ് ഈ മണ്ണിടിച്ചിലിൽ ഇനിയും കണ്ടെത്താനുള്ളത്. അർജുൻ, ലോകേഷ്, ജഗന്നാഥൻ. ഈ 3 പേരും എവിടെയാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ലോഹഭാഗങ്ങൾ കിട്ടിയ ഇടത്ത്, സിഗ്നൽ കിട്ടിയ ഇടത്ത് ഇപ്പോൾ ഡ്രഡ്ജർ എത്തിച്ച് പരിശോധന നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്.